ഹലോ, എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ യൂഷ്വൽ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു 7 വീക്സ് ആയപ്പോഴായിരുന്നു. 7 to 15-16 വീക്ക് വരെ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. മെയിനായിട്ടും നല്ല ക്ഷീണം, അതേപോലെ വോമിറ്റിംഗ്, നോസിയൊക്കെ ആയിരുന്നു. ക്ഷീണം എന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു. ലിറ്ററലി ആ ടൈമിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഈവൻ കുക്കിങ്ങും ചെയ്തിട്ടില്ല. പിന്നെ വോമിറ്റിംഗ് ആണെങ്കിൽ ഈവനിങ് ഒരു 4 മണി കഴിഞ്ഞിട്ടായിരിക്കും വോമിറ്റിംഗ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. പിന്നെ വേറൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ സ്മെല്ലും ടേസ്റ്റും ആയിരുന്നു. ചില ഫുഡിന് സ്മെല്ലൊന്നും പറ്റില്ലായിരുന്നു, പ്രത്യേകിച്ച് കടുക് വറുക്കുന്നതിൻ്റെയും ഉള്ളി വഴറ്റുന്നതിൻ്റെയൊക്കെ. പിന്നെ ഫുഡ് അവേർഷൻസ്, എനിക്കിഷ്ടമുണ്ടായിരുന്നു ചിക്കനും മീനും, അതേപോലെ ചായയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്നും തന്നെ എനിക്ക് ആ ടൈമിൽ കഴിക്കാനേ തോന്നിയിട്ടില്ല. അപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ആവും. പിന്നെ ചില സോപ്പ്, ലോഷൻ, അങ്ങനത്തെ അതിൻ്റെ ഒന്നും സ്മെല്ലും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ആ ടൈമിലൊക്കെ നാക്കിൽ ടേസ്റ്റൊക്കെ പോയതുകൊണ്ട് പ്രോപ്പറായിട്ട് 1 ലിറ്റർ വെള്ളം പോലും ഒരു ദിവസം എനിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നോസിയും പിന്നെ ഈ വായിലെ ടേസ്റ്റിൻ്റെ ഡിഫറൻസൊക്കെ കുറേയൊക്കെ ഞാൻ മാനേജ് ചെയ്തത് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും അതേപോലെ സംഭാരമില്ലേ അതും പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ സ്മെല്ലും അവർ അടുത്ത് വരുമ്പോഴൊക്കെ നമുക്ക് വോമിറ്റിംഗ്, നോസിയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതും എനിക്ക് ഓൾമോസ്റ്റ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല ചില ടൈമിലൊക്കെ. ഈവൻ എൻ്റെ സ്മെല്ല് പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു സ്മെല്ലും ടേസ്റ്റിൻ്റെയും കാര്യത്തിലൊക്കെ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ ഉണ്ടായിരുന്ന മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ടുള്ള ബ്രസ്റ്റ് പെയിനും, ഭയങ്കര സെൻസിറ്റീവായിരുന്നു ആ ഒരു ഏരിയ. പിന്നെ അതേപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ പെയിനും ചെറിയ ക്രാംസും ഒക്കെയാണ്. അത് യൂഷ്വൽ നോർമലാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ. എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 മന്ത്സ് വരെ, ഒരു 15-16 വീക്ക് വരെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതുവരെ റൂമിന് പുറത്തോട്ടോ അല്ലെങ്കിൽ ട്രാവലിങ്ങോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വീട്ടിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത് 4th മന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസും പ്രഗ്നൻസി എക്സ്പീരിയൻസും ഒക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക് യു.